അപ്പോൾ ഗൈസ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് ഒരു കാറും വീടും ഒക്കെ വാങ്ങാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പൈസയൊന്നും ഇല്ലാണ്ട് ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ആകെയുള്ളത് ഈ സ്പ്ലെൻഡർ ബൈക്കാണ് ഗൈസ്. അപ്പം നമുക്കൊരു വലിയ വീടൊക്കെ വാങ്ങണം, കാറും കാര്യങ്ങളൊക്കെ വാങ്ങണം. അതിന് മുമ്പ് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഗൈസ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും പുറത്ത് പോയി വല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കാം ഗൈസ്. നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. നേരെ ഇവിടെ നിന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ടാണ് പോകുന്നത് ഗൈസ്. അവിടെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എവിടെയും കിട്ടിയില്ലെങ്കിൽ അപ്പുറത്തൊരു വീടുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ ആകുമ്പോൾ എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. നോക്കിയിട്ട് കാണാം ഗൈസ്. അവിടെ ജോലി കിട്ടിയില്ല, പക്ഷേ ഈ വീട്ടിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ജോലി ഈ കാറ് വൃത്തിയാക്കലാണ്. നമുക്ക് കാറ് ഫുള്ളൊന്ന് വൃത്തിയാക്കി കൊടുക്കാം ഗൈസ്. നമുക്ക് കാറ് വൃത്തിയാക്കിയിട്ട് കാണാം ഗൈസ്. കാറും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ജോലി എന്താണെന്ന് ഓണറിനോട് പോയി ചോദിച്ചിട്ട് വരാം. അപ്പോൾ അകത്തുണ്ടെന്ന് തോന്നുന്നു ഓണർ. നമുക്ക് പോയി ചോദിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് മാർക്കറ്റിൽ പോയി വരാനാണ്. നമുക്ക് ഈ ഒരു G-Wagon എടുക്കാം ഗൈസ്. വണ്ടി സൂക്ഷിച്ച് ഓടിക്കണം, ഇവിടെ തട്ടൊന്നും ചെയ്യരുത്. ഇല്ല ക്യാഷ് നമുക്ക് തട്ടാതെ വണ്ണം കൊള്ളണം, അല്ലെങ്കിൽ അതിൻ്റെ ക്യാഷ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. സോ നമുക്കൊന്ന് തട്ടാതെ മുട്ടാതെ എടുത്തിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് മാർക്കറ്റിലോട്ട് പോകാം ഗൈസ്. അവിടെ ആയിട്ടാണ് ഗൈസ് മാർക്കറ്റ് വരുന്നത്, നമ്മുടെ മ്യൂസിയത്തിൻ്റെ അപ്പുറത്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള മാർക്കറ്റിലോട്ടാണ് ഗൈസ് തിരിയുന്നത്. നമുക്ക് മാർക്കറ്റിൽ ചോദിച്ചോ ഗൈസ്, എന്തെങ്കിലും ജോലി അവിടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ പോലും ചോദിച്ചിട്ടില്ല. ഡെലിവറിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഗൈസ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. മാർക്കറ്റല്ല കേട്ടോ ഗൈസ്, ഇത് പിസ്സ ഷോപ്പാണ്. അപ്പം പിസ്സ ഡെലിവറി പോയിട്ടുണ്ടെങ്കിൽ ജോബൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ G-Wagon എന്താ ലുക്ക് ഗൈസ്. ഇതുപോലൊരു വണ്ടി നമുക്ക് എടുക്കണം. പിന്നെ ഞാൻ ആ ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് പറഞ്ഞായിരുന്നു, നമ്മൾ ആ വീട് അയാൾ വാടകയ്ക്ക് കൊടുക്കല്ല, വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഏകദേശം 1 CR അടുത്താണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ക്യാഷ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട് നമുക്ക് വാങ്ങണം. ഇപ്പം എന്തായാലും ജോലി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് പിസ്സ ഡെലിവറിൻ്റെ ജോലി വല്ലതും ഉണ്ടോ നോക്കിയിട്ട് അത് ചെയ്യാം ഗൈസ്. നമ്മൾ അടുത്തിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടെ പിസ്സ ഡെലിവറീൻ്റെ ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കെന്തായാലും ഇനി ഈ ഒരു പഴയ ചേതക്കാണ് ഗൈസ്. നമ്മളിതെടുത്തതിന് ശേഷം നമുക്കിനി എല്ലാ സ്ഥലത്തും പോയി പിസ്സ ഡെലിവറി ചെയ്യണം. അപ്പോൾ നമ്മൾ മാപ്പിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ആൾ ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് ആദ്യം അയാളുടെ അടുത്തേക്ക് പോവാം. നമുക്കൊരു 6 ആൾക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 6 പിസ്സയുണ്ട്. അപ്പം ഓക്കെ, ഫസ്റ്റ് ആളെടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് കൊടുത്തു, നമ്മളുടെ അടുത്ത ആളെടുത്ത് പോവാണ്. അപ്പം ചേച്ചിക്ക് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ്. അടുത്ത സ്ഥലം അധികം ദൂരമൊന്നുമില്ല, ആ ഒരു വളവിൽ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ ഒരു കാർ ഷോറൂം ഉണ്ടല്ലേ ഗൈസ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ കാറൊന്നും കാണുന്നില്ല. ചിലപ്പം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ എടുക്കാൻ പോയതായിരിക്കും ഇതിന് ഓണർ. അതുകൊണ്ടായിരിക്കും ഓണറിനെ കാണുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്കത് നമ്മുടെ പിസ്സ ഡെലിവറിയിൽ പോവാം. നമ്മൾ അടുത്ത ആളെടുത്തോടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ആൾ. നമുക്ക് ഈ ആൾക്കും കൂടി നമ്മുടെ പിസ്സ ഡെലിവറി ചെയ്തേക്കാം. അത് വണ്ടി ഇങ്ങനെ കളിക്കുന്നു. ഓക്കെ, നമുക്കെന്തായാലും ഈ ആളെടുത്തും കൂടി പിസ്സ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ആളെടുത്തോട്ട് പോവാം ഗൈസ്. ഓക്കെ, അടുത്ത ആളെടുത്തോടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ വണ്ടി വളച്ചിട്ട് ഇവിടെയാണ് അയാൾ നിൽക്കുന്നത്. സോ നമുക്ക് പോവാം. കൂടി പിസ്സ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 2 കൂടി കൊടുക്കാണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവർക്ക് കൊടുത്തിട്ട് കാണാം ഗൈസ്. ചേതക്കാണെങ്കിൽ വണ്ടി പവറുണ്ട് ഗൈസ്. നമുക്ക് ഈ കാർ ഷോറൂമിൽ വണ്ടി വന്നോ നോക്കിയാലോ ഗൈസ്. ചെറിയ കാറൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു മെക്ലാരൻ കാണുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഒരു പോർഷെ കാണുന്നുണ്ട് അവിടെ. നമുക്ക് പിസ്സ ഡെലിവറി ചെയ്തതിന് ശേഷം
ഇതിൽ ഏതെങ്കിലും ഒരു കാർ അടിച്ച് മാറ്റിയാലോ എന്നാണ് ഗൈസ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാ പിസയും പെട്ടെന്ന് ഡെലിവർ ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം ഗൈസ്. അപ്പം നമുക്കതിന് ഇനി പിസ്സ ഡെലിവർ ചെയ്തതിന് ശേഷം കാണാം ഗൈസ്. നമ്മൾ പിസ്സ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. കാർ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് പോയിട്ട് ആ പോർഷ മെക്ലാരൻ ഒക്കെ നോക്കാം. ഒരു G-Wagon കിടക്കുന്നത് ഗൈസ്, ഒരു ഗോൾഡൻ കളർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ആദ്യം പോർഷയുടെ അടുത്തോട്ട് പോയി നോക്കാം ഗൈസ്. മെക്ലാരൻ ഉണ്ട് ഇവിടെ. നമുക്ക് നേരെ പോർഷയുടെ അടുത്തോട്ട് പോകാം. ഒരു യെല്ലോ പോർഷയാണ് ഗൈസ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ വീൽസ് ഗോൾഡാണ് ഗൈസ്, ഗോൾഡ് പെയിൻ്റ് ആയിരിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ഗോൾഡൻ G-Wagon കിടക്കുന്നുണ്ട് ഗൈസ്. ഫുള്ളി ഗോൾഡ് തന്നെയുണ്ട് ഗൈസ്, ശരിക്കും ഗോൾഡ് തന്നെയാണിത്. ആരും കാണുന്നില്ല. നമുക്ക് നേരെ വണ്ടി എടുത്ത് അടിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലോട്ട് വേഗം പോകാം ഗൈസ്. വീട്ടിലോട്ട് പോയാൽ ചിലപ്പോൾ പോലീസുകാരൊക്കെ കണ്ടാൽ പ്രശ്നമാവും. അപ്പം നമുക്ക് നേരെ ഏതെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡീലർസ്ക്കോ സെല്ല് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാഷ് മേടിക്കാനുണ്ട് ഗൈസ്. നമുക്ക് G-Wagon നേരെ കൊണ്ടുപോയി സെല്ല് ചെയ്യാം ഗൈസ്. അപ്പോൾ സെല്ല് ചെയ്ത് കുറച്ച് ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വീടും ആ അടുത്ത G-Wagon ആ ബൈക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ നമ്മളൊരു കാർ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാക്കി ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളതിലൊരു സ്വിഫ്റ്റ് ഇരിപ്പുണ്ട് ഗൈസ്. അതൊരു VXI സ്വിഫ്റ്റാണ് ഗൈസ്. അല്ല VXI അല്ല, ZXi പ്ലസ് സ്വിഫ്റ്റാണ്. അതുപോലെ മെക്ലാരൻ ഉണ്ട്. പക്ഷേ നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നത് സ്വിഫ്റ്റ് തന്നെയാണ് ഗൈസ്. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ മെക്ലാരനോ പോർഷ ആയിരിക്കും, പക്ഷേ നമ്മൾ സ്വിഫ്റ്റാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അലോയ്സ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മളെ സ്റ്റോക്ക് അലോയ് അല്ല. നമ്മളെന്തായാലും ഈ അലോയ് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഫുള്ളി മാറ്റി നമ്മളിതിൻ്റെ കളറൊക്കെ സെറ്റാക്കും. അപ്പം അതുകൊണ്ടാണ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്വിഫ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത്. സ്പോർട്സ് കിറ്റ് കയറ്റുന്നില്ല ഗൈസ്, അത് നമ്മൾ ഈ ഗെയിമിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. തൽക്കാലം നമ്മൾ കളറ് അലോയ്സ് കാര്യങ്ങളൊക്കെ മാറ്റി കൂളിംഗ് ഫില്ലും ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മളുടെ വണ്ടിയൊക്കെ പണിത് സെറ്റാക്കണം. വണ്ടി നമ്മൾ തന്നെ പണിയുന്നില്ല ഗൈസ്. നമുക്ക് പണിയാന്ന് വെച്ചാൽ 1-2 അലോയൊക്കെ വാങ്ങണം. അലോയ് വാങ്ങിയിട്ട് നമുക്ക് തന്നെ ഇടാം. പിന്നെ പെയിൻറ്റ് നമുക്ക് പെയിൻറ്റ് ഷോപ്പ് കൊടുത്തിട്ട് പെയിൻറ്റ് അടിപ്പിക്കാം ഗൈസ്. ഇതാണ് നമ്മൾ വാങ്ങി നമ്മളുടെ വീട്. അപ്പോൾ ഇവിടുത്തെ G-Wagon ഒക്കെ ഇവിടെ തന്നെ കിടക്കുന്നത് നമ്മളത് വാങ്ങിയതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു റെഡ് സ്വിഫ്റ്റ് നിങ്ങൾ നോക്കി വെച്ചോ. ഇനി നിങ്ങൾ കാണാൻ നേരത്ത് ഈ സ്വിഫ്റ്റേ ആയിരിക്കില്ല. അപ്പം ലെറ്റ്സ് വെയിറ്റ്. അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ RC ഇരിപ്പുണ്ട്. അതുപോലെ നമ്മളുടെ G-Wagon ഉണ്ട് ഗൈസ്. അവിടെ ഈ സൈഡിൽ കൂടെ പോയി നോക്കാം. ഗോൾഡൻ വീൽസ് തന്നെയാണ് കേട്ടോ G-Wagon വരുന്നത്. ഈ ഗെയിമിലെ അധിക വണ്ടികൾക്കും ഗോൾഡൻ വീൽ തന്നെയാണ് വരുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും സ്വിഫ്റ്റ് മോഡിഫൈ ചെയ്യാൻ കൊടുക്കണം. അപ്പം ഈ ഒരു ലുക്കിൽ നിന്ന് നമ്മൾ അടുത്ത തവണ കാണാൻ വേണ്ടി പോകുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതിൽ സ്കിപ്പ് ചെയ്യരുത്. 3, 2, 1. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മളുടെ ന്യൂ ഫുള്ളി മോഡിഫൈഡ് സ്വിഫ്റ്റ്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അലോയ്സും കാര്യങ്ങളും അങ്ങനെ ഉണ്ടെന്ന് പറയാം. കളറൊക്കെ ഉണ്ട്. കളറാണ് ഗൈസ് ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള തിങ്. ഈ ഒരു കളറെന്ന് പറയുമ്പോൾ ഒരു സ്കൈ ബ്ലൂ പോലുള്ളൊരു കളറാണ്. അപ്പം ഇങ്ങനൊരു കളർ ശരിക്കും സ്വിഫ്റ്റിന് കമ്പനി കൊടുക്കുന്നില്ല. അതുപോലെ അധികം ആൾക്കാർ അടിച്ച് കണ്ടിട്ടില്ല. ഒരു മാറ്റ് കളറാണ് ഗൈസ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് റെഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിന് ശരിക്കുള്ള റോഡ് പ്രസൻസ് കിട്ടുക നൈറ്റിലാണ് ഗൈസ്. ഈ ലൈറ്റില്ലാത്ത സമയത്തൊക്കെ ഈ ഒരു റെഡ് ലൈറ്റ് വേറെ തന്നെ ലെവൽ ലുക്കായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം മെല്ലെ. ഓക്കെ, ഇൻറ്റീരിയറൊക്കെ ഓക്കെയാണ്. നമ്മൾ പറഞ്ഞ് എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഒരു ആൻഡ്രോയിഡ് സ്ക്രീനും കഴിയണം. അപ്പം നമ്മളുടെ സ്വിഫ്റ്റിലേക്ക് പാർക്ക് ചെയ്യും. നമ്മുടെ G-Wagonൻ്റെ അടുത്തോട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. G-Wagonൻ്റെ ഒക്കെ ലൈറ്റ് ഓണായി കിടക്കുകയുണ്ടോ, അതൊക്കെ നമുക്ക് ഓഫ് ചെയ്യണം. ഓക്കെ, നമ്മളിവിടേക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അതിന് ഓക്കെ, നമുക്ക് കേൾക്കണം ഗൈസ് എക്സോസ്റ്റ് സൗണ്ട്. അതിന് മുമ്പ് നമുക്ക് ഈ വീട് മൊത്തം ചുറ്റി കണ്ടായിരിക്കും ഗൈസ്. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. ഫസ്റ്റ് ഇതാണ് നമ്മളുടെ കിച്ചൺ കാര്യങ്ങളൊക്കെ വരുന്നത്.
ഇവിടെയാണ് ഗൈസ് നമ്മളുടെ കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളുടെ സ്വിമ്മിങ് പൂളുണ്ട്. വലിയ സ്വിമ്മിങ് പൂളാണ് ഗൈസ്. ഇവിടെ നമുക്ക് ഇരിക്കാൻ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വീടാണ്, അപ്സ്റ്റെയർ വീടാണ് ഗൈസ്. അപ്പം ഇനി നമുക്ക് നമ്മളുടെ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് കേട്ടിട്ട് വരാം. ഇനി നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് കേൾക്കാം. 3, 2, 1. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചെയ്തിരിക്കുന്ന വാൽവട്രോണിക് എക്സോസ്റ്റ്. അപ്പം ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും.